കാസർഗോഡ് മഞ്ചേശ്വരത്ത് വൻ തീപിടുത്തം. ഹൊസങ്കടി മൊറത്തണയിൽ പ്ലൈവുഡ് കമ്പനിയിലാണ് തീപിടുത്തം ഉണ്ടായത്. അതിന്റെ ദൃശ്യങ്ങളിലേക്ക്. വാർത്തയുടെ വിവരങ്ങളുമായി ജോസഫ് അഗസ്റ്റിനുണ്ട് കാസർഗോഡ് നിന്നും. ജോസഫ്, എപ്പോഴാണ് തീപിടുത്തം ഉണ്ടായത്? കാരണം വ്യക്തമായിട്ടുണ്ടോ? മറ്റു വിവരങ്ങൾ എന്തൊക്കെയാണ്? ഇന്ന് വൈകിട്ട് 8:30 കൂടിയാണ് ഈ അപകടമുണ്ടായത്. ഈ പ്ലൈവുഡ് കമ്പനിയിൽ ഷോർട്ട് സർക്യൂട്ട് മൂലമാണ് ഈ തീപിടുത്തം ഉണ്ടായതെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. 4 യൂണിറ്റ് ഫയർഫോഴ്സുകൾ ഇവിടെ എത്തി തീ അണയ്ക്കുന്നതിനുള്ള ശ്രമം ഊർജിതമാക്കിയിട്ടുണ്ട്. ഇവിടെ 1 കോടിയിലേറെ രൂപയുടെ സാധനങ്ങൾ കത്തി നശിച്ചു എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. എന്തായാലും തീ നിയന്ത്രണ വിധേയമാക്കുന്നതിന് വേണ്ടി ജില്ലയിൽ നിന്നും മംഗലാപുരത്തു നിന്നും കൂടുതൽ ഫയർഫോഴ്സുകൾ എത്തിച്ച് രക്ഷാദൗത്യം കാര്യക്ഷമമാക്കാനുള്ള ഒരു ശ്രമത്തിലാണ് ഇപ്പോൾ രക്ഷാപ്രവർത്തകർ ഉള്ളത്. എന്തായാലും കോടിക്കണക്കിന് രൂപയുടെ നാശനഷ്ടങ്ങൾ ഉണ്ടായതാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. ആളപായമില്ല എന്നുള്ളത് ആശ്വാസകരമാണ്. വൈകിട്ട് 8:30 കൂടിയാണ് ഈ അപകടമുണ്ടായത്. ഷോർട്ട് സർക്യൂട്ട് ആണ് എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. എന്തായാലും ആളപായമില്ല. തീ അണയ്ക്കാനുള്ള ഊർജിത ശ്രമം ഇപ്പോൾ രക്ഷാദൗത്യത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഒരു നമ്മളെ ദൃശ്യങ്ങളിൽ നിന്ന് കാണുമ്പോൾ വലിയ ഒരു പ്രദേശം നമുക്കിങ്ങനെ തീയിൽ ഇങ്ങനെ കത്തി എരിഞ്ഞ് നിൽക്കുന്നതായിട്ട് തോന്നുന്നു. അതുകൊണ്ട് ചോദിച്ചാൽ ഇത്തരത്തിൽ ആൾതാമസം കുറവുള്ള ഇൻഡസ്ട്രിയൽ ഏരിയ ഉൾപ്പെടുന്ന ഭാഗമാണിത്. ഇവിടെ നിരവധി പ്ലൈവുഡ് ഫാക്ടറികൾ നിരനിരയായി തന്നെ പ്രവർത്തിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു ആശങ്കയ്ക്കും ഇടവരുന്ന ഒരു സാഹചര്യമാണ്. അതുകൊണ്ട് തന്നെ ആദ്യഘട്ടത്തിൽ ഈ പ്ലൈവുഡ് കമ്പനിയുടെ പരിസരത്ത് നിന്ന് JCB ഉപയോഗിച്ചുകൊണ്ട് ഇത്തരത്തിൽ പ്ലൈവുഡ് മാറ്റുന്നതിനുള്ള ശ്രമമാണ് നടക്കുന്നത്. അതായത് തീ കൂടുതൽ സ്ഥലങ്ങളിലേക്ക് വ്യാപിപ്പിക്കാതിരിക്കാൻ ഇത്തരത്തിലുള്ള ശ്രമമാണ് ഇപ്പോൾ ആദ്യഘട്ടത്തിൽ നടക്കുന്നത്. എന്തായാലും 4 യൂണിറ്റ് ഫയർഫോഴ്സുകൾ കാര്യക്ഷമമായി ഇപ്പോൾ തന്നെ അവിടെ പ്രവർത്തിക്കുന്നുണ്ട്. ഇത്തരത്തിൽ കൂടുതൽ യൂണിറ്റുകൾ എത്തിയാൽ മാത്രമേ തീ നിയന്ത്രണ വിധേയമാക്കാൻ സാധിക്കുകയുള്ളൂ എന്നാണ് രക്ഷാദൗത്യത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവർ പറയുന്നത്. ആളഭയമില്ല എന്നുള്ളത് ആശ്വാസകരമാണ്. എന്തായാലും ഷോർട്ട് സർക്യൂട്ട് ആണ് ഇത്തരത്തിൽ അപകടത്തിലേക്ക് നയിച്ചതെന്നാണ് ഇപ്പോൾ ഫയർഫോഴ്സ് വൃത്തങ്ങൾ പറയുന്നത്. എന്തായാലും തീ കൂടുതൽ വ്യാപിക്കാതിരിക്കാനുള്ള പ്രവർത്തനങ്ങൾ ഇപ്പോൾ ഏകോപിപ്പിച്ചു വരികയാണ്. മറ്റ് അനിഷ്ട സംഭവങ്ങളൊന്നും ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. കോടിക്കണക്കിന് രൂപയുടെ നാശനഷ്ടം ഉണ്ടായതായിട്ടും വിലയിരുത്തലുണ്ട്. കാസർഗോഡാണ് തീപിടുത്തം ഉണ്ടായത്. വൈകിട്ട് 8 മണിക്ക് ശേഷമാണ് ഇങ്ങനെ പ്ലൈവുഡ് കമ്പനിക്ക് തീ പിടിച്ചിരിക്കുന്നത്. തീ അണയ്ക്കുന്നതിനുള്ള ശ്രമങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. 4 യൂണിറ്റ് ഫയർഫോഴ്സാണ് നിലവിൽ അവിടെ തീ അണയ്ക്കാനുള്ള ശ്രമങ്ങളുമായി ഉള്ളത്. കൂടുതൽ യൂണിറ്റ് ഫയർഫോഴ്സ് ആ ഭാഗത്തേക്ക് എത്തുന്ന നടപടികളും അല്ലെങ്കിൽ എത്തിക്കുന്ന നടപടികളും സ്വീകരിച്ചിട്ടുണ്ട്. അടുത്തടുത്ത് കൂടുതൽ ഫാക്ടറികൾ ഉള്ളതിനാൽ തീ മറ്റിടങ്ങളിലേക്ക് പടരാതിരിക്കുന്നതിനുള്ള മുൻകരുതൽ ഉൾപ്പെടെ ഇതുമായി ബന്ധപ്പെട്ട് അതോടൊപ്പം തന്നെ രക്ഷാപ്രവർത്തനം ഒപ്പം തന്നെ നടക്കുന്നുണ്ട്. ആളപായമില്ല എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ആശ്വാസം നൽകുന്ന കാര്യം. ജോസഫാണ് കാസർഗോഡ് വിവരങ്ങൾ നൽകിയത്.